അറിഞ്ഞുകൂടാ. പക്ഷെ സിനിമയും സീരിയലൊക്കെ കാണാന്ന് പറയാം. ഇത് ശബ്ദമില്ലെന്ന് തോന്നല്ലേ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇല്ല വന്നിട്ടില്ല. എന്ത് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നാടിന്റെ ശാപമായി മാറാൻ നമ്മുടെ കുറെ സഹോദരിമാർ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഒരു വീഡിയോ ഞാൻ ഓർത്തു പോവാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ സഹോദരിമാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ മലയാളത്തിലൊരു ചാനലിൽ കോടീശ്വരൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അല്ലെ? ഒക്കെ പലരും കാണുന്നുണ്ടാവും. കോടീശ്വരൻ കുറെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുക, ഉത്തരം പറഞ്ഞാൽ 1000, 2000, 3000 ഒക്കെ കൊടുക്കുക. ഒരുപാട് ഉമ്മമാരങ്ങോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ? അത് നിത്യമായി അത് കാണുന്ന ഉമ്മമാർ ഏതായാലും ഉണ്ടാവും. അപ്പോ ആ ചാനൽ പരിപാടിയിൽ തലയിൽ തട്ടമിട്ടൊരു മുസ്ലിമത്തായ ഒരു സഹോദരി വന്നിരിക്കുകയാണ്. അവരോട് ചോദിക്കുന്നുണ്ട്, സിനിമാ നടനായ അതിന്റെ അവതാരകൻ എന്താ ചോദിക്കുന്നത്? ഏതോ ഒരു സിനിമയിലെ ഒരു സിനിമാ നടന്റെ ഒരല്പം ഡയലോഗിന്റെ ചെറിയൊരു ഭാഗം ഇട്ടുകൊടുത്ത് ചോദിക്കുകയാണ്, ഇത് ഏത് സിനിമയിലെ ഡയലോഗിന്റെ ഭാഗമാണ്? വളരെ സുന്ദരമായി നിഷ്പ്രയാസം ആ സഹോദരി പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്ന സിനിമയിലെ ഭാഗമാണ്. ഒരു കുഴപ്പമില്ല, വളരെ നന്നായിട്ടറിയാം. തൊട്ടടുത്ത ചോദ്യം 4 മഹദികളുടെ പേര് കൊടുത്തിട്ട് ചോദിക്കുകയാണ്. ഖദീജ ബീവി, ആയിഷ ബീവി, ഫാത്തിമ ബീവി, മറിയം ബീവി. ഇവരിൽ ഏത് സഹോദരിയുടെ പേരിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുള്ളത്? ഇവരിൽ ഏത് പെണ്ണിന്റെ പേരിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുള്ളത്? ചോദ്യം കേട്ടപാട് അമ്പരക്കുകയാണ്. ആ സഹോദരി അമ്പരക്കുകയാണ്. എനിക്ക് ഓഡിയൻസിന്റെ സഹായം വേണമെന്ന് പറയുകയാണ്. നേരത്തെ ആ സിനിമയുടെ ഡയലോഗിന്റെ ഒരു ഭാഗം ഇന്ന് സിനിമയിലേതാണെന്ന് പറയാൻ ഒരാളുടെയും സഹായം വേണ്ടി വന്നിട്ടില്ല. പിന്നെയോ ഇത് മറിയം ബീവിയുടെ പേരിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുള്ളത് എന്ന് പറയാൻ ആ സഹോദരിക്ക്, മുസ്ലിമത്തായ ഒരു പെണ്ണിന് ഓഡിയൻസിന്റെ സഹായം വേണ്ടി വന്നു. ഇത് നമ്മുടെ നാടിലെ മുസ്ലിമത്തായ പെണ്ണുങ്ങളുടെ ചിത്രമാണ്. എന്റെ വഅദ് കേൾക്കുന്ന സഹോദരിമാരോട് പറയാണ്, നിങ്ങൾ തള്ളിയാലും കൊണ്ടാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, രണ്ടും നിങ്ങളുടെ ഇഷ്ടമാണ്. അധികന്നരായ ശൈഖുനാ ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി ഏതായാലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിസരങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലുമൊക്കെയായി നിൽക്കുന്ന ആളുകൾ ഈ സദസ്സിൽ വന്നിരുന്ന് ഉസ്താദിന്റെ പ്രാർത്ഥനാ സദസ്സ് ധന്യമാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഉമ്മമാർ സീരിയലിന്റെയും സിനിമകളുടെയും അടിമകളായി മാറുകയാണ്. ഇവിടുത്തെ ഉമ്മമാർ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. ഇസ്ലാമിന്റെ പേരല്ലാതെ മറ്റൊന്നും ബാക്കിയാകാത്ത ഒരു കാലം ഇവിടെ വരും. പേരിൽ മാത്രം ഇസ്ലാം ഉണ്ടാവുക, അടയാളങ്ങളിലോ ചിഹ്നങ്ങളിലോ ഒന്നും ഇസ്ലാമുമായി കുലബന്ധം പോലും ഇല്ലാത്തൊരവസ്ഥാ വിശേഷം സംജാതമാവുക. മഅദനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. വിശുദ്ധ ഖുർആനിന്റെ റസ്മല്ലാത്ത മറ്റൊന്നും ബാക്കിയാകൂല. അങ്ങനത്തെ ഒരു കാലം വരും. മസാജിദുഹും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ. അന്ന് ആ കാലത്തുണ്ടാകുന്ന പള്ളികൾ ആകാശത്തിലെ അമ്പിളി അമ്മാമനോട് തൊട്ടുമുത്തി അടക്കം പറയുന്ന വലിയ വലിയ മുനാരങ്ങളുള്ള മനോഹരമായ പള്ളികൾ അന്നുണ്ടാകും. പക്ഷേ ആ പള്ളികളൊക്കെ സന്മാർഗത്തിൽ നിന്ന് വ്യസനമായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. സന്മാർഗത്തിൽ നിന്ന് വിജനമായ പള്ളികൾ, നിസ്കരിക്കാൻ ആളുകളില്ലാത്ത പള്ളികൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളി ആ കൂട്ടത്തിൽ പെടരുത്. അത് ശ്രദ്ധിക്കേണ്ടത് ബഹുമാന്യരായ നാട്ടുകാരായ മുഅ്മിനീങ്ങളെ നിങ്ങളാണ്.
എപ്പോഴും ഇവിടെ മനോഹരമായ ജമാഅത്തുകൾ നടക്കണം. നല്ല ആൾക്കൂട്ടങ്ങൾ എല്ലാ ജമാഅത്തുകളിലും ഉണ്ടാകാൻ പരമാവധി പരിശ്രമിക്കണേ. മനോഹരമായ പള്ളി നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. നല്ലപോലെ സൂക്ഷിക്കണമെന്ന് സാന്ദർഭികമായി അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായി ഉമ്മത്തിനോട് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ വചനം കാണാം. മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യജന്മവർഗത്തെ എനിക്ക് ആരാധിക്കാനല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ലെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്നെ ആരാധിക്കാനാണ് മനുഷ്യജന്മവർഗത്തെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ പരമമായ ലക്ഷ്യം ഏകദൈവാരാധനയാണ്, അള്ളാഹുവിനെ ആരാധിക്കലാണ്. പ്രിയപ്പെട്ടവരെ, അതിന് പുരുഷന്മാർക്ക് ആരാധിക്കാനുള്ള സ്ഥലമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുർ റഹ്മാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തിലൂടെ പറയുന്നുണ്ടല്ലോ, വന്നജ്മു വശജറു യസ്ജുദാൻ, വന്നജ്മു വശജറു യസ്ജുദാൻ. പുല്ലുകളും അതേപോലെ വലിയ വലിയ മരങ്ങളുമെല്ലാം അത്യുദാരനായ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നമ്മുടെ കൺമുന്നിലുള്ള നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള മരങ്ങളെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ലോകത്തെ എല്ലാ ചരാചരങ്ങളും എല്ലാ ജീവജാലങ്ങളും സർവാധിനാഥനായ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആകാശത്തിന്റെ നീലിമയിലൂടെ പാറിപ്പറക്കുന്ന പക്ഷിലതാദികളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്, പടച്ചവന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുമ്പിൽ ആരാധന നിമഗ്നരാകുക, അതാണ് മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറവിട്ട് കിടക്കുന്നത് അവരുടെ കുടുംബാംഗമായ ബഹുമാനപ്പെട്ട മാണിയൂർ അഹമ്മദ് ഉസ്താദിന്റെ അനുസൻ കൂടിയായ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച ഇരുവരി എളിയ നിർദ്ദേശാനുസരണം ഉസ്താദിന്റെ മുമ്പിൽ ഏൽപ്പിച്ച തേന് മന്ത്രിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. തബറുക്കായ ആ തേന് എല്ലാവരും കൈപ്പറ്റാൻ വേണ്ടി തന്നെ ചെറിയൊരു തുക, നമുക്കറിയാം ഒരു രോഗമോ പ്രയാസമോ വന്നാൽ ഒരുപാട് സംഖ്യ നമുക്ക് ചെലവാകുന്നു. മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ റഹ്മാനെ. റഹ്മാനായ റഹ്മാനെ, ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഞങ്ങൾ പലമാതിരി രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് റഹ്മാനെ. മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധമുള്ള ഒരുപാട് ആൾക്കാർ പരമാതിരി പ്രയാസങ്ങളിലാണ് റഹ്മാനെ. മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാം പ്രയാസങ്ങൾ നീ തീർത്തു കൊടുത്ത് സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധമുള്ള ഒരുപാട് ആൾക്കാർ പരമാതിരി രോഗങ്ങളിൽപ്പെട്ട് വിഷമിക്കുകയാണ് റഹ്മാനെ. നീ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഈ മജ്‌ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരും ഉണ്ട് റഹ്മാനെ. അറിയുന്നവൻ നീയാണ് റഹ്മാനെ. കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ റഹ്മാനെ. രോഗം അത് മാരകമാണെങ്കിലും നിന്റെ ശിഫ അതിലും വലുതാണ് റഹ്മാനെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ, സന്തോഷത്തിലാക്കണേ അല്ലാഹ്, ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഈ മജ്‌ലിസിൽ വെച്ച് മറ്റു പലമാതിരി മുറാദുകൾക്ക് വേണ്ടി
ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. അവരുടെ എല്ലാ മുറാദുകൾ അറിയുന്നവൻ നീയാണ് റഹ്മാനെ. നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ. അതുപോലെ ഈ മജ്‌ലിസിന് വേണ്ടി ഒരുപാട് ദിവസങ്ങളായി പലരും പ്രവർത്തിക്കുകയാണ് റഹ്മാൻ. അറിയുന്നവൻ നീയാണ് റഹ്മാൻ. ഈ മജ്‌ലിസിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ റഹ്മാൻ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ റഹ്മാൻ. ഈ മജ്‌ലിസിനോട് സഹകരിച്ചവർക്ക്, സ്നേഹിച്ചവർക്ക് അർഹമുർ റഹീമായ റഹ്മാൻ നീ തക്കതായ പ്രതിഫലം നൽകണേ റഹ്മാൻ. ഒരുപാട് സമയമായി ഈ മജ്‌ലിസിൽ ചെലവഴിക്കുകയാണ് റഹ്മാൻ. ഈ മജ്‌ലിസിന് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത സമയം അർഹമുർ റഹീമായ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് അത് വലിയ ബറക്കത്തുള്ള ഒരു സമയമായി നീ കബൂലാക്കണേ റഹ്മാൻ. ഈ മജ്‌ലിസ് വിട്ടുപിരിയുന്ന നേരം ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട് നിന്റെ പ്രത്യേക റഹ്മത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിലായി ഈ മജ്‌ലിസ് വിട്ടുപിരിയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാൻ. അതിലെല്ലാം ഉപരി ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് ഏറ്റവും സന്തോഷമാക്കണേ റഹ്മാൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ സമയം നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് വലിയ ഒരു മജ്‌ലിസാണ്. ഒരുപാട് മുഅ്മിനുകള്, മുഅ്മിനാത്തുകള്, സ്വാലിഹീങ്ങള്, സ്വാലിഹാത്ത് എല്ലാം ഉള്ള മജ്‌ലിസാണ്. നമുക്ക് ദുആഇന് ഉത്തരം, ഇജാബത്ത് എന്തുകൊണ്ടും പ്രതീക്ഷിക്കാവുന്ന വലിയ ഒരു മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. പ്രത്യേകിച്ച് ഈ മജ്‌ലിസിനുള്ള വലിയ ഒരു പ്രത്യേകതയാണ് ഇന്ന് നമ്മുടെ ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റഹ്മാനുർ റഹീമായ റഹ്മാനെ, ഈ പള്ളി ആരാണോ നിർമ്മിച്ചത്, അതിന് സ്ഥലം സംഭാവന നൽകിയത് ആരാണോ, അതിന് ആരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എല്ലാം അറിയുന്നവൻ നീയാണ് റഹ്മാന്. അവരിൽ നിന്നെല്ലാം അതിന് നീ പൂർണ്ണമായ രൂപത്തിൽ കബൂലാക്കണേ റഹ്മാൻ. കബൂലായി കിട്ടാൻ വേണ്ടിയാണ് നാം ദുആ ചെയ്യേണ്ടത്. മാത്രമല്ല ദുആക്ക് ഒരു സാലിഹായ അമല് ചെയ്ത് ആ അമല് പൂർത്തിയാകുന്ന ദിവസം ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും, സംശയിക്കാനൊന്നുമില്ല. ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന വലിയ ഒരു ദുആയാണ്. കുറെ ദുആകള് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ദുആയാണ് വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നീണ്ടു പോകുന്ന ഒരു ദുആയാണത്. അതായത് കഅബ പണി ചെയ്യുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ, വെള്ളപ്പൊക്കത്തിൽ കഅബ നശിച്ചു. അതിനുശേഷം ആ കഅബ പുനർനിർമ്മിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചത് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനുമാണ്. ഞാൻ ദിക്റും ദുആയും സലാത്തും ദുആയും ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം കുറഞ്ഞ രൂപത്തിലായി നമുക്ക് വേഗത്തിൽ പിരിഞ്ഞു പോകാം. അള്ളാന്റെ ഒരു ഖലാഖനുസരിച്ച് ഞാനിവിടെ എത്തിപ്പെട്ടതാണ്. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പ്രവർത്തകന് നൊഅ്മാനും കൂട്ടുകാരും മഹാനായ ശൈഖുന മാണിർ ഉസ്താദിനെ ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളോളം കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഉസ്താദിനെ ലഭിച്ചില്ല. കാരണം ഉസ്താദിന്റെ തിരക്ക് കൊണ്ട് മാത്രമാണ്. വലിയ സന്തോഷത്തോടു കൂടി, പൊരുത്തത്തോടു കൂടിയാണ് വരാൻ സാധിക്കുകയില്ല എന്ന് ഉസ്താദ് പറഞ്ഞത്. അള്ളാന്റെ ഖലാഖ് അനുസരിച്ചാണ് ഞാനിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. ഉസ്താദിന് വേണ്ടിയും എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം.